രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് രൂപീകരിക്കുന്നു. ആരോപണം ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കും. ഷെവീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് മുറുക്കാനുള്ള നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. മാത്രവുമല്ല, ഈ പരാതിക്കാരെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നുള്ള തീരുമാനമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുമെന്ന സൂചന ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിലെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കണമെന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലീസുകാർക്കും നിർദ്ദേശം നൽകിയത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത്. ആ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെയായിരുന്നു. ഒന്ന്, സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു. സ്ത്രീകൾക്ക് മാനസിക വേദന ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു. നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഏതാണ്ട് 6ഓളം പരാതികൾ ലഭിച്ചിരുന്നു. അതിൽ തേർഡ് പാർട്ടി പരാതി എന്നതിനപ്പുറത്തേക്ക് ഡയറക്റ്റ് പരാതി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് ഒരു വ്യക്തത തന്നിട്ടില്ല. പക്ഷേ ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കേസ് അന്വേഷിക്കാൻ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഡിവിഷനിലെ ഒരു ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ ചുമതല ബിനുകുമാർ എന്ന് പറയപ്പെടുന്ന ഡിവൈഎസ്പിക്കാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവി ഒരുപക്ഷെ ആ സംഘത്തെ പ്രഖ്യാപിച്ച തീരുമാനം അറിയിക്കും. മാത്രവുമല്ല, ഈ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും. ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം പോലീസിൽ ലഭിച്ച പരാതികളെ കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തും. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് ഇതുവരെ രാഹുൽ ഉയർത്തിയ രാഷ്ട്രീയ പ്രതിരോധം ഈ വിഷയത്തിൽ, ഈ വിവാദത്തിൽ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കേസുകൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ കൊണ്ട് ആ പ്രതിരോധം പൊളിഞ്ഞു. ഇനി ആ ന്യായം കോൺഗ്രസിനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനോ ഒരു പ്രതിരോധമായി ഉയർത്താനും കഴിയില്ല. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.